എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടല്ല. കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മുത്തേ പറയും. ഹിന്ദി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ. നഖത്തിനൊരു ചെറിയ വേദന അനുഭവപ്പെട്ടു. ആ എടുത്തോ, കിട്ടണല്ലോ. മൂന്നാമതും രണ്ടെണ്ണം ജയിച്ചേ. മൂന്നാമതും ജയിക്കും നീ. പിന്നെ ഹാട്രിക് അടിക്കുന്ന അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അതിനുള്ള എല്ലാ ഭാവങ്ങളും. ഹിറ്റ് 3 സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ 82 കോടി. എവ്വളോ? 82 കോടി. ഒരു എസർ ടിക്കറ്റ് വെച്ചിട്ടാണ് പണി. അതാണ് ചെറിയ പണിയാ, വലിയ പണിയല്ലേ. എന്തായാലും ഞാൻ ഓക്കെ. അടുത്ത കിഴി റെട്രോ സിനിമയുടെ 4 ദിവസത്തെ കേരള ഗ്രോസ് വെറും 4 കോടി. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ആകെ ഇരുന്നു അല്ലേ? ശരിക്കും ഇരുന്നു. 10 ദിവസം തന്നെ ഇരുന്നിട്ടുണ്ട്. ഇരുത്തി കളഞ്ഞു. ഓക്കെ. അടുത്തത് സൂര്യ 45. തൃഷയുടെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞ ദിവസം. ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ സൂര്യ 45ന്റെ പിക്ക് RJ ബാലാജി പങ്കുവച്ചതാണ് കേട്ടോ. യെസ്. ഓക്കെ. അടുത്ത കിഴി പോന്നോട്ടെ. തമ്മുടു. നമ്മുടെ നിതിൻ നായകനാവുന്ന സിനിമ. തെലുങ്ക് തമ്മുടു. നിതിൻ ഇതിനിപ്പോ ഏതാണ്ട് തക്കുടു പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയും പച്ചടിക്കുന്നില്ല. ഇതിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഇത് തക്കുടും അല്ല. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നിൽക്കുന്നില്ല. ഓക്കെ. തമ്മുട് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 4 സിനിമ റിലീസിനെത്തും. ഓക്കെ. ശ്രീറാം വേണു ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് റോബിൻഹുഡ് നിലം തൊട്ടിട്ടില്ല. തക്കുടുവിന്റെ വല സിനിമയുടെ ഒരു ഗ്ലിംസ് തിയേറ്ററിൽ വന്നതാണ്. അതിന്റെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണണം. മുതലാണ്. ഒന്നൊന്നര ഐറ്റമാണ്. വരവുണ്ടല്ലോ ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ചേട്ടൻ അങ്ങനെ കൊണ്ടുവരുമ്പോ ആ ഒരു നരേഷനും പിന്നെ ബേസിൽ ജോസഫിന്റെ ലുക്കും അല്ലേ. യെസ്. ഒരു കിടിലൻ സിനിമയായിരിക്കും കേട്ടോ. ഖഗനാചാരി എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. വന്നോട്ടെ. തഗ് ലൈഫ് സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ. അതായത് നമ്മുടെ തൃഷയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ ബെസ്റ്റ് വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ബർത്ത്ഡേ പോസ്റ്ററാണ്. ഓക്കെ. ഏതൊക്കെ സിനിമയല്ലേ തൃശ്ശേൻ്റെത്? എല്ലായിടത്തും ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അടുത്തത് ചാക്കോച്ചൻ ബോബി വർഗീസ് രാജ് മൂവി. അതായത് കണ്ണൂർ സ്ക്വാഡിന് ശേഷം ബോബി വർഗീസ് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. മാർട്ടിൻ പ്രാക്കാട്ട് ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചാക്കോച്ചൻ വെച്ചിട്ടല്ലേ. മാർട്ടിൻ പ്രക്കാട്ട് എന്തൊരു കിടിലൻ നടനാ. നടനുമാണ്. എന്തൊരു കിടിലൻ സംവിധായകനാ. നമ്മുടെ ചോട്ടാമുമ്പില്ലേ, അതിലുണ്ടല്ലോ ഒരു കുത്തുകൊണ്ട് മരിക്കുന്ന ഫസ്റ്റ് ഒരു ഓടിച്ചിട്ട്, അതാണ് മാർട്ടിൻ പ്രക്കാട്ട്. അതായത് അൻവർ റഷീദും ഇതുപോലെ തന്നെയാണ്. നല്ല ഡയറക്ടറാണ്. പക്ഷെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയിട്ട് ബിസിനസ് ആയി കാണുന്നു. ബിസിനസ് ചെയ്ത് നടക്കുക. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്നത് മാർട്ടിൻ പ്രക്കാട്ടും അങ്ങനെ തന്നെ. ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പല സിനിമകളും. പിന്നെ അൻവർ റഷീദും അങ്ങനെ തന്നെ. എന്റെ ഫ്രണ്ടിന്റെ കസിനാണ്. എനിക്ക് അങ്ങനെ തന്നെ ഒരു പരിചയമുണ്ട്. പക്ഷെ ആള് എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല? അതാണ് ഞാൻ വീണ്ടും ആലോചിക്കണേ. എന്ത് ചാർലിയൊക്കെ എടുത്ത് വെച്ച മനുഷ്യനാണ്. അത് ഓർക്കുമ്പോഴാണ് കേട്ടോ. കമോൺ മാൻ. ബെസ്റ്റ്. സൂപ്പർ. ലാസ്റ്റ് ആള് സംവിധാനം ചെയ്ത സിനിമ ഏതാ? മാർട്ടിൻ പ്രക്കാട്ടിന്റെ ലാസ്റ്റ് പടം അത് തന്നെയല്ലേ, ചാർലി തന്നെയല്ലേ. പിന്നീട് പടം ചെയ്തില്ലേ ABCD, ചാർലി, പിന്നെ ബെസ്റ്റ് ആക്ടർ. പിന്നല്ല ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തേക്കല്ലേ. നായാട്ടൊക്കെ പ്രൊഡക്ഷൻ ആയിരുന്നു. ആണല്ലേ? വേറെ സിനിമ ഇല്ലല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. നീ അത് അന്ധവിശ്വാസമായി പോകുന്ന അറിഞ്ഞൂടാ. വേറെ ഇല്ലാന്നാണ് ഒരു ധാരണ ഉള്ളത്.
ഓക്കെ, അടുത്ത കിഴി ഉണ്ണി മുകുന്ദൻ നെക്സ്റ്റ്. മോനെ അടുത്തൊരു പരിപാടി വരുന്നുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം മൂവീസ്. അതും ബിഗ് ബഡ്ജറ്റ് ആണ് സിനിമ എന്നുള്ളതാണ്, വലിയ പരിപാടിയാണെന്നുള്ളതാണ് കേട്ടത്. ഫാന്റസി ആണെന്നാണ് അറിയാൻ പറ്റിയത്. ഇത് എവിടെയും പുറത്തു വന്നില്ല കേട്ടോ. മിഥുൻ മാനുവൽ ആണ് എക്സ്ക്ലൂസീവ്, ഫാന്റസി ആണ് സിനിമ. ഓക്കെ, അടുത്തത് ഐ ആം ഗെയിം. സിനിമയില് അൻപറിവ് മാസ്റ്റേഴ്സ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫൈറ്റിന്റെ കാര്യത്തില് അങ്ങ് സമാധാനമുണ്ട്. എന്താണെങ്കിലും മറ്റൊരു റൂമർ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് ഐ ആം ഗെയിമിലും മമ്മൂക്ക കാമിയോ ഉണ്ടാവും എന്ന് പറയുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് നടന്നു തന്നെ ഇപ്പൊ നടക്കും. അതാണ് നമ്മൾ കേട്ടത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ജനനായകൻ. കുറെ നാളായല്ലോ ജനനായകനെ കുറിച്ച് ഡേറ്റ് വന്നിട്ടില്ലേ. ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കൊടൈക്കനാലിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. വിജയുടെ ലുക്ക് സങ്കടം ഉണ്ട് കേട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ട് ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. സത്യം. സിനിമ അതിൻ്റെ ആഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഓരോ ചെറിയ അപ്ഡേറ്റ് പോലും ആഘോഷാക്കുന്ന വേറെ ഏത് നടണ്ട്? സത്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇത്രക്ക് ആഘോഷാക്കുന്നു. ആഘോഷാക്കാറുണ്ട്. അല്ലു അർജുൻ്റെ ആഘോഷമാവാറുണ്ട്. പക്ഷെ അത് അവിടെ മാത്രം നിൽക്കും. എല്ലായിടത്തും ആഘോഷിക്കാന്ന് പറഞ്ഞൊരു വേറൊരു രീതിയാ, വേറൊരു ആഘോഷമാണ്. അടുത്തത് അതാണല്ലോ നിൽക്കാൻ പോകുന്നത് ആലോചിക്കുമ്പോഴേ. തുടരും ഉറപ്പായിട്ടും തുടരും. 160 കോടി 11 ദിവസത്തെ കളക്ഷൻ. ഞങ്ങൾ ഒരു ദിവസം 16 കോടി വെച്ചിട്ടാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കമന്റ് ഒന്നുണ്ടായിരുന്നേ, രജപുത്ര രഞ്ജിത്ത് നമ്മുടെ നമ്പർ എവിടേക്കോ ചിലരോടൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് കിട്ടിയായിരുന്നോ, നിങ്ങളെ വിളിച്ചായിരുന്നോ എന്നൊക്കെ. ഇല്ല, വിളിച്ചിട്ടില്ല. വിളിച്ചായിരുന്നോ? എന്തിനായിരിക്കും? നിന്നെങ്ങാനും വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചിട്ടില്ല. പൈസ തരാനാണെങ്കിൽ നീ പറയില്ലേ, വാങ്ങിച്ചിട്ടേ. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്നെ വിളിക്കാറൊന്നുമില്ല, ഒക്കെ വിളിക്കുന്നത് ഇവനെയാണ്. അയ്യോ, സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നത് ഇവനെയാണ്. എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല സത്യമായിട്ട്. 1-2 പേരൊക്കെ വിളിച്ച് എന്തൊക്കെയുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കാറുണ്ടെന്നല്ലാതെ രക്ഷപ്പെടണേ. അല്ലടാ തെണ്ടി. എന്തായാലും ഇനി വിളിച്ചിട്ടില്ല. ഞാൻ അതും കൂടി ക്ലിയർ ചെയ്യാം. വല്ലതും തരാനാണെങ്കിൽ സന്തോഷം. അങ്ങനെയാണെങ്കിൽ അടിയിൽ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കുന്നു. അതല്ല, ഇതിന്റെ വീഡിയോന്റെ അടിയിൽ തരുന്നത് ചെവി അനുഭവിക്കുന്ന ചില സാധനങ്ങളായിരിക്കും. തെറി പറയാനായിരിക്കും അല്ലെങ്കിൽ തെറി പറയുന്ന എന്തിനായിരിക്കും? അതിന്റെ ആവശ്യം ഈ സിനിമയിൽ വരുന്നില്ലതേ. തുടരുവിൽ എന്തായാലും അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്താണെങ്കിലും കളക്ഷനായിട്ട് പറഞ്ഞോളൂ. എന്താണെങ്കിലും ഇതും ചിലപ്പോ അതും ആ രീതിയിൽ എടുക്കാത്ത ആൾക്കാരുണ്ട്. നമ്മ പറയുന്നതേ നമ്മുടെ കിഴിന്റെ രീതി അറിയില്ല, ആ ഒരു വൈബില് പോണ സാധനമാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും 160 കോടി എവളോ 160 കോടി 11 ദിവസം. പിന്നല്ല 200 ഞങ്ങൾ നിർത്തുള്ളൂ. അടുത്തത് വിശ്വംഭര. വിശ്വംഭര എന്ന് പറഞ്ഞപ്പോ ചങ്ക് പിടുത്തം വല്ലാണ്ട് പിടിക്കണ്ട. പടം വേറെ ലെവലായിരിക്കും ചിലപ്പോ. അതെ, നമ്മളങ്ങനെ എല്ലാത്തിനും അടിച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. എല്ലാത്തിനും നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നില്ല, അതിന്റെ ടീസർ കൊണ്ട് അടിച്ചാക്ഷേപിക്കുന്നതാണ്. അങ്ങനെ എല്ലാത്തിനും ഇപ്പൊ അടിച്ചാക്ഷേപിച്ചോണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. നല്ലത് വരുമ്പോ നമ്മൾ നല്ലതാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നല്ലതാണ് പറയും. ഇപ്പൊ ഇതിന്റെ ഒരു ടീസർ ഒന്നും ഉണ്ടായിരുന്നില്ല, ആ കുതിരപ്പുറത്തൊക്കെ. പക്ഷെ വിശ്വംഭരന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പം ടൈറ്റിൽ വന്നപ്പോ ഒരു രക്ഷയില്ലായിരുന്നു. അതും നമ്മൾ പ്രതീക്ഷിച്ചു, അതായത് ഒരു റീമേക്ക് അല്ലാതെ മറ്റൊരു പടം വരുന്നുവല്ലോ എന്നാണ് വരുന്നത്. പക്ഷെ വരുന്നത് ഒരു പുതുമയില്ലാന്ന് മാത്രമേ ഉള്ളൂ. വരുന്നതില് പുതിയതാണ് വരുന്നത്, പക്ഷെ ഒരു പുതുമയില്ലാതെയാണ് വരുന്നത്. സംഭവം വേറൊരു സിനിമയിൽ നിന്ന് എടുക്കുന്നതല്ല. പക്ഷെ കാണുമ്പോ അവതാർ നമ്മൾ കാണുന്നുണ്ട്, ഗെയിം ഓഫ് ത്രോൺസ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. മറ്റു സിനിമകളിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കഥ മറ്റു സിനിമയത്തെ അല്ല. പക്ഷെ വിഷ്വലി ചിലപ്പോ മറ്റു സിനിമകളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായേക്കാം. കണ്ടല്ലോ. അതെ, അതിന്റെ രീതിയിലാണ് നമ്മളിത് കളിയാക്കുന്നത്, അല്ലാതൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്തായാലും
വിശ്വംഭര സിനിമയിൽ നായികയായി വരുന്നത് നമ്മുടെ തൃഷയാണ്. തൃഷയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആളുടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ബർത്ത്ഡേ പോസ്റ്റർ വന്നിട്ടുണ്ട്. ആൾ ചെയ്യുന്ന കഥാപാത്രം ആവണി. ഓക്കെ, ആവണി പൊന്നു അങ്ങനെയല്ലേ? അങ്ങനല്ലേ? ആ ഓക്കെ, എന്നാൽ അടുത്തെടുത്തോ. ഞാനാണോ എടുക്കേണ്ടത്? ആ വിശ്വംഭര ഞാനല്ലേ എടുത്ത്. അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. നീ കോള് പ്രതീക്ഷിക്കും, ജോലിയും ചെയ്യണ്ടല്ലോ. കോള് പ്രതീക്ഷിക്കുകയാണെങ്കിൽ പണ്ടാരി വേർത്തൊളിച്ചോടെ ഇരിക്കുന്നത് എന്തിനാ? അത് അവിടെ വീട്ടിൽ പോയി കിടക്കാലോ. രഞ്ജിത്തേട്ടാ വിളിച്ചോള്. നമ്പർ വേണമെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടാട്ടോ. കോടികളുടെ ഒരു കണക്കും വേണ്ട. ഏത് വേണമെന്ന്, നമ്പർ വേണോ അക്കൗണ്ട് നമ്പർ വേണോ? ലക്ഷക്കണക്ക് മതി, കോടികൾ വേണ്ട, ലക്ഷക്കണക്ക് മതി. അയ്യോ, നോക്കിയിരുന്നപ്പോ കിട്ടും. അതെ, നോക്കിയിരിക്കത്തേ ഉള്ളതാണില്ലേ. അയാം ഗെയിമില് മമ്മൂട്ടി ചോദിച്ചപ്പോ നടന്നു തന്നെ. അതെ, അടുത്തത് പ്രേമലു 2 3 സിനിമകളാണ് കേട്ടോ. മധുസി നാരായണൻ മൂവി, ബോളിവുഡ് ടൈംസ്. ഈ 3 സിനിമകളും ഡ്രോപ്പായി എന്നാണ് കേൾക്കുന്നത് കേട്ടോ. റൂമറുകളാണ്. സ്ക്രിപ്റ്റ് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്ക് നസ്ലിന്, അതുകൊണ്ട് അത് ഒഴിവാക്കി എന്ന് കേൾക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള റൂമറാണ്. അതെ. പിന്നെ മധുസി നാരായണൻ, അതായത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടറിന്റെ സിനിമ, അതും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അതും മാറ്റി എന്നാണ് പറയുന്നത്. പിന്നെ മോളിവുഡ് ടൈംസ്, അത് ആള് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു എന്നാണ് ന്യൂസ്. ഭയങ്കരമായിട്ട് ചെയ്തു എന്നല്ല സംഭവം. എന്തായാലും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഞങ്ങൾ എന്തായാലും ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് പറയാട്ടോ. എന്തായാലും നോക്കട്ടെ. ഇതെന്താ അതിലൊന്നും എഴുതിയില്ലല്ലോ. അപ്പൊ ഹിന്ദി ഇല്ലേ? ഹിന്ദി അല്ലേ നമ്മൾ മത്സരം വെച്ചത്? ഹിന്ദിയാണ്. എച്ച് ഉള്ളവര് ജയിക്കാം. എച്ച് വെച്ച് ഫസ്റ്റ് അക്ഷരം എച്ച് ഉള്ള സിനിമ ഏതെങ്കിലും ഹിറ്റ് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയല്ലേ? അല്ല പിന്നെ ഇത് ഉടായിപ്പ് എന്തെങ്കിലും ചെയ്യണം. ഇത് കിട്ടിയില്ല, ഹിന്ദി കിട്ടി. ഹിന്ദി എന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഞാൻ ആലോചിച്ചു. പോട്ടെ, വാർ 2 ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ കിട്ടിയില്ല. അപ്പൊ എന്തായാലും നാളെ നോക്കാം. നാളെ ഹിന്ദി തന്നെ കേട്ടോ. അപ്പൊ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പോവാണ്. ആ കമന്റ് ഇട്ട ആള് മൂപ്പർക്കൊന്നും പറഞ്ഞു കൊടുത്തേക്കണേത്. ഫ്രീ ആയിട്ടാ ചെയ്യുന്നത്.